ഹലോ! എന്തൊക്കെയാണ് എല്ലാരും വിശേഷങ്ങൾ? എല്ലാരും സുഖായിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോയില് ജേർണലിംഗ് ചെയ്തുകൊണ്ട് തന്നെ ജേർണലിംഗ് നമ്മുടെ ലൈഫിൽ ഉണ്ടാക്കുന്ന വലിയ വലിയ മാറ്റങ്ങളും ഒരു 5 ടൈപ്പ് ഓഫ് ജേർണലിംഗ് ഐഡിയാസ് ആണ് പറയാൻ പോണത് ട്ടോ. ഫസ്റ്റ് വൺ ട്രഡീഷണൽ ജേർണലിംഗ്. ട്രഡീഷണൽ ജേർണലിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓരോ ദിവസത്തെയും ഹൈലൈറ്റ്സ് ഒരു ഡയറി രൂപത്തിൽ എഴുതാം. ഇങ്ങനെ എഴുതുന്ന സമയത്ത് നമ്മൾ സ്പെല്ലിങ്ങിനെ പറ്റിയിട്ടോ സെന്റൻസിനെ പറ്റിയിട്ടോ ഒന്നും നമ്മൾ ബോധേഡ് ആവേണ്ട ആവശ്യമില്ല. നമ്മൾ ഫ്രീ ആയിട്ട് ചെയ്യാം. ഇങ്ങനെ കുറച്ച് നാള് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡയറിനോട് നമുക്ക് തന്നെ ഒരു അറ്റാച്ച്മെന്റ് തോന്നും. ശരിക്കും നമുക്കിത് തന്നെയല്ലേ വേണ്ടിയത്? നമ്മൾ പറയുന്ന കാര്യങ്ങൾ യാതൊരു ജഡ്ജ്മെന്റും കൂടാതെ അത് കേൾക്കാൻ ഒരാള്. രണ്ടാമതായി ജേണൽ പ്രോംസ് ആണ് ട്ടോ. ഒരു ബിഗിനറിനെ സംബന്ധിച്ചിടത്തോളം എന്ത് എഴുതും എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു കൺഫ്യൂഷൻ ആയിരിക്കും. അങ്ങനെയുള്ളവർക്ക് പറ്റിയിട്ടുള്ള ഒരു ജേണലാണ് ഇത്. അപ്പൊ എന്താണ് എഴുതേണ്ടിയത് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഐഡിയ തരാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും കുറച്ച് സജഷൻസും ആണ് ഈ പ്രോംസ് എന്ന് പറയുന്നത്. ഇതുപോലെ ഒരുപാട് പ്രോംസ് അവൈലബിൾ ആണ് ട്ടോ. അപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ഒരു മാസത്തെ നിങ്ങളുടെ ഗോൾ എന്താണ്? ഇതുപോലെ ഡെയിലി ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പ്രോംപ്റ്റ് ആണ്. ഇന്നത്തെ ദിവസം നിങ്ങൾ എങ്ങനെയാണ് സ്പെൻഡ് ചെയ്തത്? ഇന്നത്തെ ദിവസത്തിൽ നിങ്ങൾക്കുണ്ടായ ഹാപ്പി മൊമെന്റ് എന്താണ്? നിങ്ങളുടെ ഇപ്പോഴത്തെ മെന്റൽ കണ്ടീഷൻ എന്താണ്? ഇതല്ലാതെ പേഴ്സണൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടും ഹെൽത്തിന് വേണ്ടിയിട്ടും സെപ്പറേറ്റ് ആയിട്ടുള്ള പ്രോംപ്റ്റ്സ് അവൈലബിൾ ആണ്. മൂന്നാമത് ലിസ്റ്റ് ജേണൽ. ലിസ്റ്റ് ജേണൽ വളരെ യൂസ്ഫുൾ ആണ് ട്ടോ. അതുപോലെ തന്നെ വളരെ സിമ്പിളും ആണ്. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ലിസ്റ്റ് ആയിട്ട് ഇങ്ങനെ എഴുതി വെക്കുക. എന്നിട്ട് ചെയ്യണതിനനുസരിച്ച് അത് ടിക്ക് ചെയ്ത് പോവുക. അതാണ് സംഭവം. എക്സാമ്പിൾ ആയി പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങള്, വായിക്കാൻ ആഗ്രഹിക്കുന്ന ബുക്കുകള്, കാണാൻ ആഗ്രഹിക്കുന്ന സിനിമകള്, അങ്ങനെ ഓരോ കാര്യങ്ങളായി ചെയ്തു തീർക്കുന്ന സമയത്ത് നമുക്ക് നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. നെക്സ്റ്റ് വൺ ആർട്ട് ജേണൽ ആണ്. നമ്മുടെ ക്രിയേറ്റീവ് സൈഡ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര യൂസ്ഫുൾ ആവും. പലരുടെയും ടാലന്റ് വ്യത്യാസമായിരിക്കും. ചിലവർക്ക് വായിക്കാനായിരിക്കും ഇഷ്ടം, ചിലർക്ക് വരക്കാനായിരിക്കും ഇഷ്ടം, ചിലർക്ക് എഴുതാനായിരിക്കും ഇഷ്ടം. അപ്പൊ ഈ വരക്കാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ അവരുടെ ഒരു ദിവസം അവർക്ക് ഈ ആർട്ടിൽ കൂടെ എക്സ്പ്രസ് ചെയ്തിട്ട് അതൊന്ന് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു മെത്തേഡാണ് ആർട്ട് ജേണൽ. ഇനി വരക്കാൻ അറിയില്ല എന്നാൽ ഈ ഒരു പ്രോസസ്സ് ഇഷ്ടമാണ് എന്നുള്ളവർക്ക് ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. കാരണം നമ്മൾ വരക്കണ സമയത്ത് വായിക്കണ സമയത്ത് നമ്മുടെ മൈൻഡ് നന്നായിട്ട് എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കുന്ന ഒരു ടൈമാണ്. ലാസ്റ്റ് ആയി ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ട്ടോ. നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള വലുതും ചെറുതും ആയിട്ടുള്ള ഓരോ അനുഗ്രഹങ്ങളും പിന്നെ അതുപോലെ തന്നെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളും ഈവൻ നമ്മൾ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നമ്മൾ എന്തൊക്കെ പഠിച്ചു എന്നുള്ള കാര്യങ്ങളും നമുക്ക് നമ്മളെ പറ്റിയിട്ട് അഭിമാനം തോന്നിയിട്ടുള്ള നിമിഷങ്ങളും അതൊക്കെ ഇതിൽ എഴുതാട്ടോ. ബേസിക്കലി നമ്മളിവിടെ ചെയ്യുന്നത് നമ്മുടെ ലൈഫിൽ ഉണ്ടാവുന്ന ഓരോ കാര്യങ്ങളും പോസിറ്റീവ് പെർസ്പെക്റ്റീവിൽ നോക്കി കാണാന്നുള്ളതാണ്. ഇങ്ങനെ നമ്മൾ എഴുതുന്നത് വഴി നമ്മുടെ ലൈഫിൽ എന്താണ് ഇല്ലാത്തത് എന്ന് നമ്മൾ ഫോക്കസ് ചെയ്യുന്നതിന് പകരം നമ്മുടെ ലൈഫിൽ ഉള്ളതിനെ പറ്റിയിട്ട് നമ്മൾ സന്തോഷിക്കാൻ നമുക്കിത് വഴി പറ്റും. ജേർണലിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ മെറ്റീരിയൽസിന്റെ ആവശ്യങ്ങളോ സപ്ലൈസിന്റെ ആവശ്യങ്ങളോ സ്റ്റിക്കേഴ്സിന്റെ ആവശ്യങ്ങളോ ഒന്നുമില്ല. അങ്ങനെ ചെയ്യേണ്ടവർക്ക് അങ്ങനെ ഇഷ്ടമുള്ളവർ അങ്ങനെ ചെയ്യണമെന്ന് മാത്രം. എനിക്ക് അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് ഈ ഒരു ടൈപ്പിൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇതൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് ഒരു ബുക്കും പെന്നും വെച്ചിട്ട് നമുക്കത് ചെയ്യാൻ വേണ്ടി പറ്റും ട്ടോ. അപ്പൊ നമ്മൾ 5 ടൈപ്പ് ഓഫ് ജേർണലിംഗ് ഐഡിയാസ് പറഞ്ഞു. അപ്പൊ ഇനി എന്താണ് ജേർണലിംഗ് എന്ന് പറയാം. സിമ്പിൾ ആയി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിനുള്ള ചിന്തകളെയോ വികാരങ്ങളെയോ അനുഭവങ്ങളെയോ ഒരു പേപ്പറിലോട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഡിജിറ്റൽ ഡിവൈസിലോട്ടോ പകർത്തുന്നതിനെയാണ് ജേർണലിംഗ് എന്ന് പറയുന്നത്. ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുക ഇതൊക്കെ ഒരു ബുക്കിലോട്ട് എഴുതി വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മുടെ മനസ്സിൽ നമ്മൾ പോലും അറിയാതെ കൂടിക്കുഴഞ്ഞു കിടക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിനൊക്കെ നല്ല രീതിയിൽ മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ള ഒരു മെന്റൽ ഹെൽത്ത് ടൂളാണ് ജേർണലിംഗ്. ഇനി എന്തിനാണ് ജേർണലിംഗ് ചെയ്യുന്നത്? ജേർണലിങ്ങിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഈ ജേർണലിംഗ് നമ്മുടെ പേഴ്സണൽ ഡെവലപ്മെന്റിന് വേണ്ടി, ഹീലിങ്ങിന്, പ്രോബ്ലം സോൾവിങ്ങിന്, റൈറ്റ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഇതിനൊക്കെ ഹെൽപ്പ് ചെയ്യും ട്ടോ. ഒരു എക്സാമ്പിൾ ആയി പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ഈ ഒരിടത്ത് ഒരു ബ്രേക്കപ്പ് സംഭവിച്ചു എന്നിരിക്കട്ടെ. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും കരച്ചില്, ദേഷ്യം, സങ്കടം ഇതൊക്കെ ഉണ്ടാവും. അപ്പൊ ഈ ഒരു കാര്യം നല്ല രീതിയിൽ പ്രോസസ്സ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അവരെ നമ്മൾ ബാക്കിയുള്ളവരുടെ മുമ്പിൽ മോശമായി ചിത്രീകരിക്കാനും നെഗറ്റീവായിട്ടുള്ള പല തോട്ട്സിലേക്കും നമ്മൾ പോകും. അപ്പൊ നമ്മളൊന്ന് സെറ്റായി സ്വസ്ഥമായി ജേർണലിംഗ് ചെയ്യുകയാണെങ്കിൽ ഇത് എന്തുകൊണ്ട് സംഭവിച്ചു, എങ്ങനെ സംഭവിച്ചു, ഇതിന്ന് ഞാൻ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം എന്നതിനെ പറ്റിയിട്ടൊക്കെ ഒരു ജേർണലിംഗ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും. അപ്പൊ ഇന്നത്തെ വീഡിയോ കൊണ്ട് ഇത്രയൊക്കെ ഉദ്ദേശിക്കണുള്ളൂ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.